തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. വാങ്ങിക്ക്. അമ്മ ടെൻഷൻ അടിക്കാതെ. പീതാംബരന് കൊടുക്കാനുള്ള പലിശ ഞാൻ നാളെ കൊടുക്കും. എത്രയും വേഗം മറ്റാരും അറിയാതെ വീടിന്റെ പ്രമാണം ഞാൻ തിരിച്ചു വാങ്ങുകയും ചെയ്യും. പിന്നെ ഇതൊക്കെ ഞാൻ എൻ്റെ ഭാര്യക്ക് വാങ്ങിയതാ. ഇനിയെല്ലാം ഒന്നേന്ന് തുടങ്ങണം. മാമനൊരു കാര്യം ചെയ്യും. ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് മാമന്റെ ചൂടൊക്കെ ഒന്ന് തണുപ്പിച്ച് പോയി കിടന്ന് ഉറങ്ങും. അതല്ലേ വേണ്ടത്. അമ്മേ, ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. ഗുഡ് നൈറ്റ്. ചിരു, നിന്റെ ജോലിയൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? ഞാനിന്ന് ഷോപ്പിൽ നിന്ന് കുറച്ച് നേരത്തെ വന്നു. എന്താ ഇത്ര ഗൗരവം? പ്രമാണത്തിന്റെ കാര്യം അമ്മയും മാമനും ഇവളോട് പറഞ്ഞു കാണുമോ? ഇതെന്താണെന്ന് കഴിക്കാനൊക്കെ? ഇതേ നോക്കിയേ, ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ. ഒരു ചുരിദാർ. ഇഷ്ടപ്പെട്ടോ? നോക്കിയേ. എനിക്ക് ഡ്രസ് വാങ്ങണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഇല്ല, എന്നാലും ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വാങ്ങിയതാ. നിന്റെ ജോലി കഴിഞ്ഞെങ്കിൽ നീ ഇതൊന്ന് ഇട്ട് കാണി. അല്ലെങ്കിൽ വേണ്ട, നമ്മളിന്ന് ഒരു മുറിയിലാണല്ലോ. ഞാനിത് മുറിയിൽ കൊണ്ടുപോയി വെച്ചേക്കാം. എനിക്ക് നിങ്ങളുടെ കൊഞ്ചല് കേൾക്കാനൊന്നും താല്പര്യമില്ല. ഈ വീടിന്റെ പ്രമാണം നിങ്ങൾ എന്ന് തിരിച്ചെടുക്കുന്നു മാത്രം അറിഞ്ഞാ മതി. ഓ, അപ്പോ അത് തന്നെയായിരുന്നു നിന്റെ ഈ പ്രശ്നം. എന്നോട് സിറ്റൗട്ടിൽ വെച്ച് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എന്നെ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ കള്ളനാക്കിയപ്പം നിങ്ങൾക്ക് സന്തോഷമായല്ലോ അല്ലേ? ഞങ്ങൾ ചീരുവിനോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മോളെ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിന്നോട്? അമ്മ എന്നോട് മറച്ചു വെച്ചത് കൊണ്ട് അമ്മയുടെ മോൻ ചെയ്ത കള്ളം അല്ലാതാവില്ലല്ലോ. തെറ്റ് ചെയ്തവർ അതിന്റെ ശിക്ഷ അനുഭവിക്കണം. എങ്കിലേ അവർ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കും. പോട്ടെ മോളെ, ഇത് നമ്മുടെ കുടുംബത്തിനകത്ത് നടന്ന കാര്യമല്ലേ, വേറെ ആരും അറിയില്ലല്ലോ. പക്ഷേ അത് എടുക്കുമ്പോ ഇവൻ എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നു. ആ തെറ്റ് നമുക്കങ്ങ് ക്ഷമിക്കാം. അയ്യോ, ഞാൻ ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലേലും ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അമ്മ. ഇത്രയും കാലം ഇതൊക്കെ തന്നെയാണല്ലോ ഇവിടെ നടന്നത്. എന്റെ ചീരു, നീ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നതിന്റെ കുഴപ്പമായത്. നിനക്കും മക്കൾക്ക് ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാ നീ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടുന്നത്? നിനക്ക് ഇവിടെ മക്കളെ നോക്കി സുഖമായിട്ട് ജീവിച്ചാ പോരെ? അതെ, ഞാൻ ഇനി എന്റെ മക്കളുടെ കാര്യം മാത്രം നോക്കി ജീവിക്കാൻ തീരുമാനിച്ചു. ഇനി നിങ്ങളുടെ ഒരു കാര്യത്തിലും ഞാൻ തലയിടാൻ വരില്ല.
ലൈഫ് ഒന്ന് കരക്കടുത്തു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ഒടുക്കത്തെ ഒരു കണ്ടുപിടുത്തം. മാമൻ ആ പീതാംബരന്റെ വാക്കും കേട്ട് ഇവിടെ വന്ന് ഉണ്ടാക്കാൻ നിൽക്കാതെ എന്നോടൊരു വാക്ക് ചോദിച്ചുകൂടായിരുന്നോ? നിന്നോട് ഞാൻ എന്നാ ചോദിക്കും? ചോദിക്കേണ്ട ആളോട് ചോദിച്ചിട്ടുണ്ട്, നിന്റെ അമ്മയോട്. നിന്നെ ഇത്രയും കാലം പോറ്റി വളർത്തിയ നിന്റെ അമ്മ ഇവളെ നീ ചതിച്ചില്ലടാ. ഇനി ഈ ലോകത്ത് ആര് വിശ്വസിക്കും നിന്നെ? ഏട്ടാ മതി. നമ്മൾ കൽപ്പിക്കുന്ന വിലയൊന്നും ഈ സ്വത്തിന് ഇവൻ കൽപ്പിച്ചിട്ടില്ല. എന്റെ മകൻ ഇതൊക്കെ നിസ്സാരോ. ഇവനോട് തർക്കിച്ചാലേ നമ്മൾ തോറ്റു പോവുകയുള്ളൂ. അമ്മയുടെ ഫോൺ തന്നെ. ചീരുവാണല്ലോ. ലക്ഷ്മോളെ, മോളോടെ കിടക്കണേ, അച്ഛൻ ഇപ്പൊ വരാം. അമ്പിളി, അമ്പിളി ഇതാ ചീരു വിളിക്കുന്നു. എടുക്കണേ കേട്ടാ. ഹലോ, ആ ചീരു, ഞാൻ അമ്പിളിക്ക് കൊടുക്കാം. ഹലോ ചിരു, എന്തേ രാത്രിയില്? ചേച്ചി കിടന്നായിരുന്നോ? ഏയ്, ഞാൻ അടുക്കളയിലായിരുന്നു. എന്താ ചിരു, എന്തേലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല ചേച്ചി. എനിക്ക് പെട്ടെന്ന് ചേച്ചി ഒന്ന് വിളിക്കണം തോന്നി, അതുകൊണ്ടാ വിളിച്ചത്. ആണോ? എടി, ഞാനും നിന്നെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അവിടെ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? അവർക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി. മോൻ അവന്റെ അച്ഛനും ആർച്ചമോക്കും ഭദ്രമോക്കും ഞാനും. ഓ, അവരുടെ കാര്യത്തില് ഇവനിപ്പോഴും ശ്രദ്ധയൊന്നുമില്ല അല്ലേ? പിന്നെ നീ അവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഉള്ളതാന്ന് തോന്നുന്നു ചേച്ചി പ്രശ്നം. ഞാനിവിടെ ഇല്ലാതിരുന്നപ്പോ ആർച്ചമോളെയും ഭദ്രമോളെ അയാൾ നന്നായി നോക്കിയെന്നല്ലേ പറയുന്നത്. ചീരു, നീ അയാളെന്നൊക്കെ പറയുന്നത് ഇനിയും കേൾക്കില്ലേ? ഇല്ല, ഞാൻ ആർച്ചമോളും ഭദ്രമോളും കിടക്കുന്ന റൂമിൽ കയറി വാതിലടച്ചു. ഇനി രാവിലെ തുറക്കും. ഓ, അല്ല, നിങ്ങളിപ്പോഴും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയില്ല അല്ലേ? എന്തിനൊരു മനസ്സ് വേണ്ടേ ചേച്ചി? ഞാനിവിടേക്ക് വന്നത് എന്റെ മക്കളോടൊപ്പം ജീവിക്കാനാ, അല്ലാതെ അയാളെ സ്നേഹിക്കാനൊന്നും അല്ല. ജീവിതാകുമ്പോ വിട്ടുവീഴ്ചയൊക്കെ വേണമെന്ന് എനിക്കറിയാം. പക്ഷെ